രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനയുണ്ടായി. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 4866 കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം 1478 ആണ്. 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകും കോവിഡിൻ്റെ കാര്യത്തിൽ. വിനീത പറയും. രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷെ അതേസമയം വലിയ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാവുന്ന ഈ കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം അത് 4866 എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രാജ്യത്ത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ 1487 മാറിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചിടത്തോളം 114 പുതിയ കോവിഡ് കേസുകൾ കൂടിയാണ്, പുതിയ ആക്റ്റീവ് കേസുകൾ കൂടി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ 3 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിലും സമാനമായിട്ടുള്ള 2 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ, ആക്റ്റീവ് കേസുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ 526 കോവിഡ് കേസുകളാണ് ഇതുവരെയുള്ളത്. ഡൽഹിയിൽ അത് 562 ഗുജറാത്തിൽ 508, ബംഗാളിൽ 538 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിഗതികൾ കേന്ദ്രം അതീവ ജാഗ്രതയോടുകൂടി തന്നെ അത് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ എല്ലാ സംസ്ഥാനത്തിലെയും സ്ഥിതിഗതികൾ വളരെ കൃത്യമായി റിപ്പോർട്ട് സഹിതം സമർപ്പിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടക്കം അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എങ്കിൽ പോലും നമ്മൾ സ്വയം ഇതിലൊരു ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ആശുപത്രികളിലേക്കൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക, അങ്ങനെയുള്ള സ്വയം പ്രതിരോധം നമ്മൾ അതിൽ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് നിലവിൽ ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. SK